ഈ ഇരിക്കുന്ന ബീഫിനുള്ള സാധനങ്ങളാണ് ഇത്. പ്രധാനമായിട്ടുള്ള സാധനം ഇത്. തേങ്ങാക്കൊത്ത് അത് വറക്കാൻ പോവുകയാണ്. ബാക്കി ഉള്ളി വഴറ്റി മുളക് പൊടി എല്ലാം കൂടെ കൂട്ടി വഴറ്റി എല്ലാം കൂടെ ലെവലാക്കിയിട്ട് ഇറച്ചി അതിലേക്ക് ഇടാൻ പോകും. 3 കറിവേപ്പില, മുളക് പൊടി കേട്ടോ. 1 2 2.5 സ്പൂൺ. അതിൽ കൂടുതലിട്ട് എരിയും. അതിനെ അടച്ചമ്മ ചേർക്കും. മല്ലിപ്പൊടി 1 3.5 സ്പൂൺ. നാലാമത്തത് കോഴി മസാല. 1 2 3 സ്പൂൺ. മഞ്ഞപ്പൊടി 1 സ്പൂൺ. ചൂടായി കഴിഞ്ഞാൽ തേങ്ങ ഇടുക. ചൂടായോ നമുക്ക് നോക്കാമല്ലേ. അതിനതേ ഉള്ളൂ. നോക്കട്ടെ. ഉള്ളി ഏതാണ്ടായി. ഇനിയിപ്പം നമ്മൾ എടുത്ത് വെച്ച മുളക് പൊടി ഇതെല്ലാം കൂടെ ഇടുന്നു. ഇത് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇറച്ചിയിലേക്ക് നോക്കാം. അപ്പോൾ ബീഫിൽ ചൂട് കയറിയിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കി ഇതാക്കി ഉപ്പിടണം, തേങ്ങാക്കൊത്തിടണം. അപ്പോൾ ഇറച്ചിക്കറി ഏതാണ്ട് ആയി. ഇനി നമ്മൾ ശകലം കുരുമുളക് പൊടി. ഇത് വയനാട് മുളക് കേട്ടോ. ഇച്ചിരി എരിവ് കൂടുതൽ, അതിന് കുറച്ചിട്ടാണ്.